പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ അവസാനിച്ചോ നവമി? കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നവർ പറയുന്നുണ്ട്. അത് വ്യക്തമായി തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. പ്രതികൾ സ്ഥിരം കുറ്റവാളികളല്ല എന്നുള്ള സ്ഥിരം വാദന്യായമുഖങ്ങളുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ പ്രതികൾ ഇക്കാര്യം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലം ഉണ്ട്. പ്രായമായ അമ്മയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വീട്ടിലെ സാഹചര്യമൊക്കെ വ്യക്തമായിക്കൊണ്ട്. പക്ഷേ കോടതിക്ക് മുന്നിൽ വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ കൊലക്കുറ്റമടക്കം ചുമത്തിയുള്ള ശിക്ഷാവിധിയിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തിയേക്കാം എന്ന് മനസ്സിലാക്കേണ്ടത്. രഞ്ജിത്ത്, ഈ വാദങ്ങളിൽ വിചാരണ വേളയിലൊക്കെ പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമായി കാണാൻ കഴിയില്ല, ഇത് വ്യക്തിപരമായിട്ടുള്ള കൊലപാതകമാണ്. പീതാംബരന് ഈ കൊല്ലപ്പെട്ട ശരത്ലാലിനോടും കൃപേഷിനോടുമുള്ള വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നതായിരുന്നു ഉടനീളം പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ ഇതിലെ പ്രതികളായിട്ടുള്ളവരെല്ലാം തന്നെ CPM-ന്റെ പ്രവർത്തകരാണ്, CPM-ന്റെ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ്. ഇത് കൃത്യമായി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണെന്ന് തെളിയിക്കാൻ CBIക്ക് ഈ പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ എന്തായാലും പ്രതിഭാഗം കോടതിയിൽ വാദിക്കുന്നത് ഈ ശിക്ഷയിൽ ഇളവ് വേണം, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണെന്ന് പറയാൻ കഴിയില്ല. ഈ സാക്ഷികളുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട്, അതിലിപ്പോഴും സംശയമുണ്ട്, അത് സംശയത്തിന് അതീതമാണെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടി പരിഗണിച്ച്, ഒപ്പം ഈ പ്രതികളുടെ ഈ കുടുംബ പശ്ചാത്തലം ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണമെന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 12-15 കൂടിയായിരിക്കും ഇതിൽ വിധി പറയുക. ഇപ്പോൾ എന്തായാലും ഈ ശിക്ഷയിൽ മേലുള്ള വാദം പൂർത്തിയാക്കിയിട്ടുണ്ട് പ്രതിഭാഗം. ഈ കേസ് ഇതിലൊരു ശിക്ഷ ഇളവ് വേണം കൃത്യമായിട്ട് എന്നൊക്കെ കാര്യങ്ങൾ കോടതിയിൽ ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് എന്താണ് ഇതിന്റെ ഒരു വിധി എന്നതാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. എന്തായാലും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാനും ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വാഹനം, കൃത്യമായിട്ടുള്ള സാക്ഷിമൊഴികൾ, ഇതെല്ലാം കൃത്യമായി വിചാരണ വേളയിലൊക്കെ കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ശിക്ഷ തന്നെ പ്രതികൾക്ക് ലഭിക്കുമെന്ന ഉറപ്പാണ്. വധശിക്ഷ മുതൽ ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതികൾക്കെതിരെ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃപേഷിന്റെ പിതാവും ശരത്ലാലിന്റെ മാതാവും സഹോദരി ഉൾപ്പെടെയുള്ളവർ ഈ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവരുമൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവരുടെ വലിയൊരു ഇത്ര വർഷത്തെ ഒരു നിയമ പോരാട്ടം തന്നെയാണ് ഈ ഒരു സർക്കാരിൽ നിന്ന് പോലും അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകാത്ത, ഒരു നിലപാടുണ്ടാക്കാത്ത സാഹചര്യത്തിൽ ഈ കുടുംബത്തെ സംബന്ധിച്ച് അത്രയേറെ നിർണായകമായൊരു ദിവസം കൂടിയാണ്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ രീതിയിൽ പ്രകമ്പനമുണ്ടാക്കിയ, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് കൂടിയാണ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇതിൽ ഒന്നാം പ്രതിയായിട്ടുള്ളത് പീതാംബരനാണ്. ഈ പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങൾ കോടതി കണ്ടെത്തുകയും ചെയ്തു. ജീവപര്യന്തം മുതൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ അതോടൊപ്പം തന്നെയാണ് 10ാം പ്രതി T രഞ്ജിത്തും 15ാം പ്രതി A സുരേന്ദ്രനും. ഇവരും ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും ഒപ്പം പ്രതികളെ സന്ദർശിച്ചതായും കോടതിക്ക് കണ്ടെത്തുവാനും സാധിച്ചു. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുവന്നു എന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇത് 2 വർഷം തടവ് ലഭിക്കുകയും പിഴയോടുകൂടിയുള്ള തടവ് ലഭിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അങ്ങനെ CPM-ന്റെ ഒരു മുൻ MLA ഉൾപ്പെട്ട ഒരു കേസ് കൂടി ആയതിനാൽ അത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ഇതിൽ ഇനി നമുക്ക് മറ്റ് ആരൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതികൾ എന്നുള്ളൊരു കൂടി നോക്കിയാൽ, ആദ്യം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനാണ് 1ാം പ്രതി. പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, KM സുരേഷ്, K അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, A അശ്വിൻ, സുബിൻ എന്നിവരാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത്. 10ാം പ്രതി T രഞ്ജിത്ത്, 14ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, 15ാം പ്രതി വിഷ്ണു സുര, 20ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കരൻ എന്നിവരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടക്കത്തിൽ കുറ്റപത്രത്തിൽ 24 പേരുണ്ടായിരുന്നു. അതിൽ 14 പേരാണ്
കുറ്റക്കാരായി കോടതി കണ്ടെത്തിയത്. 10 പേരെ വെറുതെ വിടുകയും ചെയ്തു. ഇതിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 4 പേരെയും CBI പ്രതി ചേർത്ത 6 പേരെയുമാണ് കോടതി വെറുതെ വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്നാൽ ഈ പ്രതികളെ വെറുതെ വിട്ടതിൽ അപ്പീൽ നൽകാനാണ് കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്നത്തെ ശിക്ഷ ഏത് വിധത്തിലാകുമെന്ന് പരിശോധിച്ച ശേഷമായിരിക്കും പാർട്ടിയുമായും ഒപ്പം പ്രോസിക്യൂഷനുമായും കൂടി ആലോചിച്ച ശേഷമായിരിക്കും അവരും ഇത് അപ്പീലുമായി മേൽക്കോടതിയെ സമീപിക്കുവാനും തീരുമാനിക്കുക. എന്തായാലും 12-15 തന്നെ ഇതിന്റെ വിധി വരും. ഏറെ നിർണായകമാണ്. രാഷ്ട്രീയ കേരളം അത്രയേറെ ഉറ്റുനോക്കുന്ന ഒരു കേസ് കൂടിയാണ്. CPM-നെയും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിക്കൂട്ടിലാക്കി നിർത്തിയ വളരെയേറെ വിവാദമായിട്ടുള്ള ഒരു കേസ് കൂടിയായിരുന്നു ഈ പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകം. പ്രതിഭാഗം ഈ ശിക്ഷയിലെ വാദത്തിലുടനീളം പറഞ്ഞത് ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസായി പരിഗണിക്കാൻ കഴിയില്ല, ശിക്ഷയിൽ വേണ്ട ഇളവ് വേണം, ഇതിലെ മൊഴികളിലൊക്കെ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്, അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ ഡൽഹി സ്ഫോടനത്തിൽ ഉൾപ്പെടെ 13 പേർ മരിച്ച ഡൽഹി സ്ഫോടനത്തിൽ ഉൾപ്പെടെ ജീവപര്യന്തം മാത്രമാണ് നൽകിയത്, വധശിക്ഷ നൽകിയില്ല. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അതോടൊപ്പം അപൂർവമായ കേസല്ല എന്ന് പറയുന്നതിന് വേണ്ടി സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഒക്കെ ഇതിനു മുൻപ് നടന്ന വിധികളുമൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ശക്തമായി വാദിച്ചത്. എന്തായാലും 12-15 കൂടി ഇതിന്റെ വിധി വരുമ്പോൾ അത് ഏറെ നിർണായകം തന്നെയാണ്. എന്താണ് ആ കുടുംബത്തിന്റെ പ്രതീക്ഷ? രാവിലെ കൃപേഷിന്റെ അച്ഛൻ ന്യൂസ് 18നോട് പ്രതികരിച്ച പോലെ വധശിക്ഷ തന്നെ ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അവരുടെ അത്ര വർഷത്തെ ഒരു തീർച്ചയായും അത് നമുക്ക് ആ പ്രതികരണത്തിലേക്കൊന്ന് പോകണം. രാവിലെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾ കനത്ത ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ കുടുംബം. ഗൂഢാലോചനയിൽ പങ്കെടുത്തവർ ഇപ്പോഴും പുറത്തുണ്ട്. അവരെ കൂടി കേസിന്റെ ഭാഗമാക്കും, നിയമവഴിയിൽ കൊണ്ടുവരുമെന്ന കാര്യം സത്യനാരായണൻ, ശരത്ലാലിന്റെ അച്ഛൻ, ന്യൂസ് 18നോട് പറയുകയുണ്ടായി.